Page number 43, question number 8. Prove that all four circles drawn with the sides of a rhombus as diameter pass through a common point. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ്, പ്രൂഫ് ചെയ്യണം. എന്താണ്? ഓൾ ഫോർ സർക്കിൾസ്, 4 സർക്കിൾ ഉണ്ട് നോക്കിയേ. 1 2 then 3 then 4 സർക്കിൾസ് ഉണ്ട്. ഈ 4 സർക്കിൾസും എങ്ങനെയാണ്? drawn with the sides of a rhombus as diameter. ഇതിന്റെ ഉള്ളിൽ നോക്കിയേ, ഒരു റോംബസ് ഉണ്ട്. 1 2 3 4 സൈഡിൽ ഒരു ക്ലോസ്ഡ് ഫിഗർ. ഇതാണ് റോംബസ്. ഇതിന്റെ എല്ലാ സൈഡും ഈക്വൽ ആവും. ഈ ഓരോ സൈഡും ഓരോ സർക്കിളിന്റെയും ഡയാമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? പാസ് ത്രൂ എ കോമൺ പോയിന്റ്. അതായത് ഈ 4 സർക്കിളും ഒരു പോയിന്റിലൂടെയാണ് പാസ് ചെയ്യുന്നതെന്ന് കാണണം. അതായത് നമുക്ക് ഫിഗർ നോക്കുമ്പോൾ അറിയാണ്ട് എല്ലാം ഒരു പോയിന്റിലൂടെയാണ് പാസ് ചെയ്യുന്നത് നമുക്ക് അറിയാണ്ട്. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യണം? ഇനി അത് പ്രൂഫ് അല്ലെ, പ്രൂവ് ചെയ്ത് കാണിക്കണം, തെളിയിക്കണം. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ് ഓൾ 4 സർക്കിൾസ് പാസ് ത്രൂ എ കോമൺ പോയിന്റ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എഴുതി വയ്ക്കാം. വി ഹാവ് ടു പ്രൂവ് all 4 circles pass through a common point. ഇതാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഫിഗർ റോംബസ് ഉണ്ട് അല്ലെ, റോംബസിന് ഒരു പേര് കൊടുക്കാം. നോക്കൂ, ഈ പോയിന്റിന് എ, ഇതിന് ബി, ഈ പോയിന്റിന് സി, പോയിന്റിന് ഡി എന്ന് നെയിം ചെയ്തു. ഇനി ഇതെല്ലാം കൂടി ചേർന്ന് ഈ പോയിന്റിന് നമ്മൾ ഒ എന്ന് നെയിം ചെയ്യും. ഇനി നോക്കുക, പ്രൂഫിന് വേണ്ടിയിട്ട് ഇതാ എ ഒ എന്നുള്ളത് എയും ഒയും കൂടെ ജോയിൻ ചെയ്യുന്നു. അതേപോലെ തന്നെ ഡി ഒ ജോയിൻ ചെയ്തു. നോക്കി വെക്കേ, ജോയിൻ ജോയിൻ എ ഒ ഡി ഒ ജോയിൻ ചെയ്തു. അപ്പൊ നോക്കൂ, എ ഡി എന്നുള്ളത് ഈ സർക്കിളിന്റെ ഡയാമീറ്റർ ആണ്. എ ഡി എന്നുള്ളത് സർക്കിളിന്റെ ഡയാമീറ്റർ ആണ്. ഇതിന്റെ എൻഡുകളാണ് ഈ ഡോട്ടഡ് ലൈൻ ഇട്ടിട്ട് ഇങ്ങോട്ട് ഓയിലേക്ക് ജോയിൻ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? നമ്മൾ പഠിച്ചത് ഡയാമീറ്ററിന്റെ എൻഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് കിട്ടുന്ന ആംഗിൾ 90. അപ്പൊ എ ഒ ഡി, ആംഗിൾ എ ഒ ഡി ഈക്വൽ ടു എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. ഇനി അതേപോലെ നോക്കി നോക്കിയതാ അടുത്ത ജോയിൻ ചെയ്യണം, ബി ഒയും ജോയിൻ ചെയ്യണം. അപ്പൊ എ ബി എന്ന ഡയാമീറ്ററിന്റെ എൻഡ് പോയിന്റ്സ് ആണ് ഇതാ ബി ഒ എ ഒ. അപ്പൊ ഇതും ഈ സർക്കിളിന്റെ മുകളിൽ ജോയിൻ ചെയ്തപ്പോ ഇവിടെ എന്ത് കിട്ടി നമുക്ക്? 90. അപ്പൊ എ ഒ ബി, ആംഗിൾ എ ഒ ബി, അതും 90 എന്ന് കിട്ടി. ഇനി അതേപോലെ നമുക്ക് അടുത്ത സർക്കിളിന്റെയും എടുക്കാം. ബി സി ഡയാമീറ്റർ ആയിട്ട് നോക്കിയേ, സിഒ ജോയിൻ ചെയ്യാം. സിഒ ജോയിൻ ചെയ്തു. അപ്പൊ നോക്കൂ, സിഒ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു ആംഗിൾ കിട്ടിയതാ ബി സി ഡയാമീറ്റർ ആയിട്ട് ഒരു ആംഗിൾ ഇതാ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയാ? 90. അപ്പൊ ബി ഒ സി, ആംഗിൾ ബി ഒ സി, angle BOC also equal to 90. Angle BOC is equal to 90. ഇനി അതേപോലെ നോക്കൂ, ഇവിടെ ഒരു ആംഗിളും കൂടെ ഇനി ബാക്കിയുണ്ട്. ഡി സി ഡയാമീറ്റർ ആയിട്ടുള്ള ആംഗിൾ ഏതാ? ഡി സി എൻഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തപ്പോ ഇതാ ഓല് സിഒ ഡി അല്ലെങ്കിൽ DO സി ഒ ഡി, COD also equal to 90. അപ്പൊ ഈ സെന്ററിൽ വന്ന 4 ആംഗിൾസും എത്ര ഡിഗ്രിയാ? ഒക്കെ 90 ഡിഗ്രിയാ. കാരണം എന്താ? ഡയാമീറ്ററിന്റെ എൻഡ് പോയിന്റ്സ് ഓൺ ദി സർക്കിളിലാണ് ഫോം ചെയ്തിരിക്കുന്നത്, ഓരോ സർക്കിളിന്റെ മുകളിൽ. അപ്പൊ നമ്മൾ ഇവിടെ എടുത്ത പോയിന്റ് O എന്നാണ് അല്ലെ. ഈ O എന്ന് പറയുന്ന പോയിന്റിലെ ആംഗിൾസിന്റെ സം ഓഫ് ആംഗിൾസ് at O
4 ആംഗിൾസ് ഉണ്ട്. അപ്പൊ മൊത്തം എത്ര സമ്മ് വരും? 4 ആംഗിൾസിന്റെ സമ്മ് 4 തവണ 90. അപ്പൊ 4 into 90 ആഡ് ചെയ്യുന്നതിന് പകരം 4 into 90 ചെയ്താൽ മതി. 90 plus 90 plus 90 plus 90 എന്നതിന് പകരം 4 into 90 ഇൻറ്റു ചെയ്താൽ നമുക്ക് കിട്ടുക 360. അപ്പൊ നോക്കിയേ, എല്ലാ ആംഗിൾസിന്റെ സമ്മ് 360 ആണെങ്കിൽ ഇതെല്ലാം കൂടെ ഒരു പോയിന്റിലല്ലേ? സോ നമുക്ക് പറയാം, സോ ഓൾ സർക്കിൾസ്, അല്ലെങ്കിൽ സോ ഓൾ 4 സർക്കിൾസ് passes through ഏത് പോയിന്റിലൂടെയാണ്? 360 വന്നതുകൊണ്ടാണ് കേട്ടോ. passes through a point. ഏത് പോയിന്റ് ആണ് അവിടുത്തെ സെന്ററിലെ പോയിന്റ്? പോയിന്റ് O. This is the proof. 360 വന്നതുകൊണ്ട് നമുക്ക് പറയാം എല്ലാ സർക്കിൾ O എന്ന് പറയുന്ന കോമൺ പോയിന്റിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ത്രൂ എ കോമൺ പോയിന്റ് കേട്ടോ. ത്രൂ എ കോമൺ പോയിന്റ് O. നെക്സ്റ്റ് അതിൽ തന്നെ ഒരു പ്രൂഫും കൂടെ ഉണ്ട്. പ്രൂവ് ദാറ്റ് ദിസ് ഈസ് ട്രൂ ഫോർ എനി ക്വാഡ്രിലാറ്ററൽ വിത്ത് എ adjacent sides as equal as in the picture. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ അതേ കണ്ടീഷൻ ട്രൂ ആവുമോന്ന്. അതേ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? all 4 circles pass through a common point. ഈ 4 സർക്കിളും ഈ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അത് തന്നെയാണ് നമുക്ക് ഇവിടെയും പ്രൂവ് ചെയ്യേണ്ടത്. We have to prove all 4 circles pass through a common point എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ കാണിക്കുന്നത്. പക്ഷെ നേരത്തെ വരച്ച ക്വാഡ്രിലാറ്ററൽ റോംബസ് ആയിരുന്നു നേരത്തെ. ഇപ്പൊ വ്യത്യാസമാണ്. എന്താണ്? എനി ക്വാഡ്രിലാറ്ററൽ വിത്ത് എ adjacent sides as equal. adjacent പറഞ്ഞാൽ തൊട്ടടുത്ത സൈഡ് ഇതാ. ഈ ഒരു സൈഡും ഈ ഒരു സൈഡും ഈക്വൽ. ഇത് രണ്ടും ഈക്വൽ. അതുപോലെ ഇത് രണ്ടും ഈക്വൽ. ഇങ്ങനെ ഈക്വൽ ആണെങ്കിൽ നേരത്തെ ചെയ്ത ഇങ്ങനെ സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ നേരത്തെ ചെയ്ത പ്രൂഫ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ പ്രൂഫ് മാറ്റിട്ടില്ല, ഇത് തന്നെയാണ് അതിനും വരിക. എന്താ ചെയ്യുക? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ക്വാഡ്രിലാറ്ററിന് A, B, C, D എന്ന് നെയിം ചെയ്യും. ഈ പോയിന്റിന് O എന്ന്. നേരത്തെ എന്താ നമ്മൾ ചെയ്തത്? ജോയിൻ AO ആൻഡ് ജോയിൻ DO അല്ലെ? അപ്പൊ ഇവിടെ ഒരു ആംഗിൾ കിട്ടും. AOD 90. അപ്പൊ നമ്മൾ എഴുതി AOD 90. പിന്നെ അടുത്ത ആംഗിൾ BO ജോയിൻ ചെയ്തു. BO ജോയിൻ. അപ്പൊ ഇവിടെ ഒരു ആംഗിളും കൂടെ കിട്ടി. AOB 90. പിന്നെ അടുത്തത് ഏതാണ്? OC അല്ലെങ്കിൽ CO ജോയിൻ ചെയ്തു. അപ്പൊ ഇവിടെ 2 ആംഗിളും കൂടെ, ഇത് 90, ഇവിടെ 90 അല്ലെ? അങ്ങനെ എല്ലാ 4 ആംഗിൾസും 90 ഓൺ ദ സർക്കിൾ ആയതുകൊണ്ട്. ഇനി ഈ ആംഗിൾസ് ഒക്കെ കൂടി ആഡ് ചെയ്യണം. അപ്പൊ 4 into 90 എന്താ? 360. അപ്പൊ സെന്ററിൽ 360 വന്നുകൊണ്ട് നമുക്ക് എല്ലാ സർക്കിളും O എന്ന് പറയുന്ന ആ 360 ഫോം ചെയ്യുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യും. സോ പ്രൂഫ് അത് തന്നെ, ഫിഗറിൽ മാറ്റേണ്ടതേ ഉള്ളൂ. അതുകൊണ്ടാണ് പ്രൂഫ് റബ്ബ് ചെയ്യാണ്ട് അത് തന്നെ നിർത്തിയത്. പേജ് നമ്പർ 44-ലെ 9th ക്വസ്റ്റ്യൻ കേട്ടോ. 9th ക്വസ്റ്റ്യനില് 2 ഫിഗേഴ്സ് തന്നിട്ടതാ. ഫസ്റ്റ് ഫിഗർ, സെക്കൻഡ് ഫിഗർ. ഇനി ആ ക്വസ്റ്റ്യൻ പറയുന്നത് നോക്കാം. എ ട്രയാംഗിൾ ഈസ് ഡ്രോൺ ബൈ ജോയിനിങ് എ പോയിന്റ് ഓൺ എ സെമി സർക്കിൾ ടു ദ എൻഡ്സ് ഓഫ് ദ ഡയാമീറ്റർ. ഇതാണ് ഫസ്റ്റ് ലൈൻ. എന്താ പറയുന്നത്? ഫസ്റ്റ് ഫിഗറില് എങ്ങനെയാണ്? ഒരു സെമി സർക്കിൾ എന്നതാ, സർക്കിളിന്റെ പകുതി. ഈ സർക്കിളിന്റെ പകുതി എന്നാണ് സെമി സർക്കിൾ. ഇതിൽ ഒരു പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യാ? ലൈൻസ് ഇങ്ങനെ വരച്ചു. എവിടേക്ക്? ഇത് ഡയാമീറ്റർ ആയിരിക്കും, കാരണം സെമി സർക്കിൾ അല്ലേ. സർക്കിളിന്റെ പകുതി ആകുമ്പോ ഇത് ഡയാമീറ്റർ. ഇതിന്റെ എൻഡിലേക്ക് ലൈൻസ് വരച്ച് ഇവിടെ ഒരു ട്രയാംഗിൾ ഫോം ചെയ്തിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് ഫിഗർ. ദെൻ സെക്കൻഡ് ഫിഗറിൽ നോക്കൂ. ഇനി then semicircles are drawn with the other 2 sides as diameter. സെക്കൻഡ് ഫിഗറിൽ എന്താ പറയുന്നത്? ഈ ട്രയാംഗിളിന്റെ സൈഡ്സ്, അതായത് ഫസ്റ്റ് ഈ ഒരു സൈഡ് ഡയാമീറ്റർ ആയിട്ട് എടുത്തിട്ട് വീണ്ടും അവിടെ സെമി സർക്കിൾ വരച്ചിരിക്കും. ഒരു സർക്കിളിന്റെ ഹാഫ്, ഇത് ഡയാമീറ്റർ. അതേപോലെ ഇവിടെ ഇത് ഡയാമീറ്റർ ആയിട്ട് എടുത്തിട്ട് ഇവിടെ ഒരു സെമി സർക്കിൾ വരച്ചിരിക്കും. ഇതിന് അവിടെ കളർ കൊടുത്തിട്ടുണ്ട്, ബ്ലൂ കളർ ആൻഡ് റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് 2 ഫിഗേഴ്സിനെ കുറിച്ചും പറയുന്നത്. ഈ തേർഡ് ലൈന് പറയുന്നത് എന്താണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്, അതായത് പ്രൂഫ്. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നോക്കുക. പ്രൂവ് ദാറ്റ് ദ സം ഓഫ് ദ ഏരിയാസ് ഓഫ് ബ്ലൂ ആൻഡ് റെഡ് ക്രസന്റ്
ക്രസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രക്കല, അതായത് മൂണിന്റെ ഒരു പാർട്ട് ഓഫ് മൂൺ, ചന്ദ്രക്കല. അപ്പൊ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാണ്ട് റെഡ് കളറിലും ബ്ലൂ കളറിലും ഒരു ക്രസന്റ്, അതായത് ഉദ്ദേശം എന്താ, ഈ ഒരു ഭാഗമാണ് ക്രസന്റ്, ചന്ദ്രന്റെ ഒരു ഭാഗം, എന്താ ചന്ദ്രക്കല വലുതാ, ഒന്ന് ഡാർക്കൻ ചെയ്ത ഈ ഒരു ഭാഗം, ഇതാണ് ബ്ലൂ ക്രസന്റ്. പിന്നെ ഇവിടെ റെഡ് കളറിൽ ഇവിടെ ഉണ്ട് ക്രസന്റ്, ഇത് ചന്ദ്രക്കല. ഇത് രണ്ടിന്റെയും ഏരിയയുടെ സമ്മ്, is equal to the area of the triangle. ട്രയാങ്കിളിന്റെ ഏരിയക്ക്, അതായത് ഈ ട്രയാങ്കിൾ സെയിം ആണ്, ഈ രണ്ട് ഷെയ്ഡ് ചെയ്ത ഭാഗങ്ങളും ഇതിന്റെ ഏരിയക്ക് ഈക്വൽ ആണ് കാണിക്കുന്നത്. അപ്പൊ ഇത് പെടില്ല കേട്ടോ, ഈ രണ്ട് പോർഷനും ഇവിടെ ഇങ്ങനെ ചെറിയൊരു പോർഷൻ ഉണ്ട്, ഈ ഒരു പോർഷനും അതേപോലെ ഇവിടെ ഈ ഒരു പോർഷൻ ഇതിൽ പെടില്ല. ഇത് രണ്ടും ഒഴിവാക്കിയിട്ട് ഇത് രണ്ടിന്റെയും സമ്മ് ഇതിന് ഈക്വൽ ആണെന്ന് കാണിക്കണം. അപ്പൊ നോക്കുക, നമ്മള് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഏരിയ ഓഫ് സർക്കിൾ. എന്താ സർക്കിളിന്റെ ഏരിയ? πr² നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ സർക്കിളിന്റെ ഹാഫ് ആണല്ലോ സെമി സർക്കിൾ, അതിന്റെ ഏരിയ എന്താവും? ഏരിയ ഓഫ് സെമി സർക്കിൾ ഇതിന്റെ ഹാഫ്, പകുതി, πr². ഇതൊന്നും നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുക, നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മുടെ പ്രൂഫിലേക്ക് വരാം. ആദ്യം ഈ ഫിഗറിൽ നെയിം ഒന്നും തരാത്തതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. ABC എന്നോ, ഈ ഒരു സൈഡിന് A എന്ന് കൊടുക്കും, ഇതിന് B, ഇവിടെ C. അപ്പൊ നോക്കിയേ, ഇത് ഡയാമീറ്റർ ആയതുകൊണ്ട് ഈ ആംഗിൾ എത്ര ഡിഗ്രി ആവും? ഇത് 90 അല്ലേ, കാരണം ഓൺ ദ സർക്കിൾ ആണ്, ഇത് ഡയാമീറ്റർ ആണ്. അപ്പൊ ആ ട്രയാങ്കിളില് എന്താണ്, നമുക്ക് നമ്മൾ പൈതഗോറസ് തിയറം പഠിച്ചിട്ടുണ്ട്. എന്താണ് ബൈ പൈതഗോറസ് തിയറം? എന്താ നമ്മൾ പഠിച്ചിരിക്കുന്ന പൈതഗോറസ് തിയറം? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ അല്ലെ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഏറ്റവും വലിയ സൈഡാണ് എന്ത്? ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ആ ഫിഗറിൽ നോക്കുക, ഏറ്റവും വലിയ സൈഡ് ഏതാ? ഇതിലേതാ ഫിഗറിൽ? സി അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഹൈപ്പോട്ടന്യൂസിന് വേണം C² ഈക്വൽ ടു, ബാക്കി ബേസ് എന്തായിട്ട് എടുക്കുക? എയോ ബിയോ, ഇത് രണ്ടും മാറിയാലും കുഴപ്പമില്ല. ബേസും ആൾട്ടിറ്റ്യൂഡും രണ്ടും 90 ഡിഗ്രി ഫോം ചെയ്യുന്ന സൈഡാണ്. അപ്പൊ അതാണ് എഴുതണം ബേസ്² എന്ന് പറഞ്ഞാല് A² പ്ലസ് B². അപ്പൊ ഇത് അവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഈ ഒരു കാര്യം നമുക്കിനി ലാസ്റ്റ് പ്രൂഫിലേക്ക് ആവശ്യമുള്ളത്, അത് അവിടെ വെച്ചു. ഇതൊക്കെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കിട്ടിയത് എവിടെ നിന്നാണ്? ഫിഗർ 1, ദ ഫസ്റ്റ് ഫിഗർ. ഇത് ഫിഗർ 1. ഇതൊക്കെ കിട്ടിയത് നമുക്ക് ഫിഗർ 1, ഫ്രം ഫിഗർ 1. ഫിഗർ 1 എന്നാണ് ഈ ഒരു പോയിന്റ് കിട്ടിയത്. അത് നമ്മൾ അവിടെ നോട്ട് ചെയ്ത് വെക്കണം. ഇനി നമ്മൾ സെക്കൻഡ് ഫിഗറിലേക്ക് കടക്കണം. ഇനി നോക്കി നോക്കാം, നമ്മൾ ഇതിന്റെ ഏരിയ കാണും. ഫസ്റ്റ് ഈ ലാർജ് സെമി സർക്കിളിന്റെ ഏരിയ കാണും. ഏരിയ ഓഫ് ലാർജ് സെമി സർക്കിൾ. വിത്ത് ഡയാമീറ്റർ. അതിന്റെ ഡയാമീറ്റർ എന്താ? ലാർജ് സെമി സർക്കിളിന്റെ ഡയാമീറ്റർ എന്താ വരുന്നത് ഇവിടെ? ഇതാണ് ഡയാമീറ്റർ. സി ആണ് ഡയാമീറ്റർ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു സെമി സർക്കിളിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല എന്താ? ഹാഫ് πr². അപ്പൊ ഇവിടെ ഡയാമീറ്റർ C ആ. അപ്പൊ അങ്ങനെയാണെങ്കിൽ R എന്താ? റേഡിയസ് എന്തായിരിക്കും? R എന്ന് പറഞ്ഞാൽ റേഡിയസ്, ഡയാമീറ്ററിന്റെ പകുതി, 6c/2. അതിവിടെ കൊടുത്തു നോക്കുക. അപ്പൊ എന്ത് വരും ഇവിടെ? ഹാഫ് π ഇൻറ്റു ആറിന് പകരം എന്ത് കൊടുക്കുന്നു? c/2. c/2 all square ഈക്വൽ ടു എന്ത് വരും? ഹാഫ് π ഇൻറ്റു c/2നെ c² ചെയ്യുമ്പോൾ എന്ത് വരും? c² ചെയ്താൽ c² 2² ചെയ്താൽ 2ന് സ്ക്വയർ ബാധകം, 2² ചെയ്താൽ 4. ഇനി എല്ലാം ഇൻറ്റു ചെയ്യാം. അപ്പൊ എന്ത് വരും? 1 ഇൻറ്റു π/2 അല്ലെ. π മേലത്തെ മാത്രം ഇൻറ്റു ചെയ്യാം. 1 ഇൻറ്റു π ഇൻറ്റു c². അപ്പൊ πc². 1 പിന്നെ എഴുതേണ്ട ആവശ്യമില്ല. താഴെയോ 2 ഇൻറ്റു 4 8. സോ πc²/8 ആണ് എന്ത്? ഈ വലിയ സെമി സർക്കിളിന്റെ ഏരിയ.
ഇനി അതേപോലെ നോക്കൂ, ഇവിടെ ഒരു ബ്ലൂ സെമി സർക്കിൾ, ഇത് ബ്ലൂ ആണ് ട്ടോ, ഇത് ബ്ലൂ സെമി സർക്കിൾ ഉണ്ട്, ഇവിടെ റെഡ് സെമി, ഇതിന്റെ രണ്ടിന്റെയും ഏരിയ നമ്മൾ കാണും. നോക്കിയേ, ഇതിന്റെ സൈഡ്സ്, ഇത് സി ആണല്ലോ, ഇതേ ഫിഗർ തന്നെയാണ് കേട്ടോ ഇവിടെ. അപ്പൊ ഇത് സൈഡ് സി, ഇത് എ, ഇത് ബി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബ്ലൂ സെമി സർക്കിളിന്റെ ഏരിയ കാണും. ഏരിയ ഓഫ് ബ്ലൂ സെമി സർക്കിൾ. അതിന്റെ എന്താ, ബ്ലൂ സെമി സർക്കിളിന്റെ ഡയാമീറ്റർ എന്താ, ഇതാണ് അതിന്റെ ഡയാമീറ്റർ. എന്താ അവിടെ ഡയാമീറ്റർ നമ്മൾ എടുത്തിരിക്കുന്നത്, എ വിത്ത് ഡയാമീറ്റർ എ. അപ്പൊ ഡയാമീറ്റർ സി ആയിരുന്നു അപ്പൊ ഫോർമുല അത്. ഇതേപോലെ സിക്ക് പകരം നമ്മൾ എ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ആറിന് പകരം a/2 കൊടുത്താൽ മതി. ആൻസർ തന്നെ വരും. അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് എഴുതാം പൈ എ സ്ക്വയർ ബൈ 8. ചെയ്ത് നോക്കണം എന്നില്ല, അതിനെ വരും. അപ്പൊ ബ്ലൂ സെമി സർക്കിൾ ഇതേപോലെ നമ്മൾ ഏരിയ ഓഫ് റെഡ് സെമി സർക്കിളിന്റെ കണ്ടുപിടിക്കുന്നു വിത്ത് ഡയാമീറ്റർ. നോക്കിയേ, റെഡ് ആകുമ്പോ ഇതാണ് റെഡ് സെമി സർക്കിൾ, അതിന്റെ ഡയാമീറ്റർ ആണിത്. ഇതെന്താ നമ്മൾ എടുത്തിരിക്കുന്ന ഡയാമീറ്റർ ബി. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്ത് വരും, ഇവിടെ സിയുടെ സ്ഥാനത്ത് ബി. അപ്പൊ പൈ ബി സ്ക്വയർ ബൈ 8. അതെല്ലാം കിട്ടി. അപ്പൊ അതിലെ 3 സെമി സർക്കിൾ, ലാർജ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, എല്ലാത്തിന്റെ ഏരിയ നമ്മൾ കണ്ടുവച്ചു. നെക്സ്റ്റ്, അപ്പൊ നമ്മളിവിടെ ബ്ലൂ സെമി സർക്കിളും ലാർജ് സെമി സർക്കിൾ, റെഡ് സെമി സർക്കിളിന്റെ ഏരിയാസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ലാർജ് സെമി സർക്കിളിന്റെ എന്താണ്, പൈ സി സ്ക്വയർ ബൈ 8. ബ്ലൂ സെമി സർക്കിളിന്റെ പൈ എ സ്ക്വയർ ബൈ 8. റെഡ് സെമി സർക്കിളിന്റെ പൈ ബി സ്ക്വയർ ബൈ 8. അത് നമുക്കിനി ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സം ഓഫ് ഏരിയാസ് ഓഫ് ബ്ലൂ ആൻഡ് റെഡ് സെമി സർക്കിൾ. ബ്ലൂ ആൻഡ് റെഡ് സെമി സർക്കിളിന്റെ ഏരിയാസ് രണ്ടും കൂടാണ്ട് ആഡ് ചെയ്ത് നോക്കുന്നു നമ്മൾ. അപ്പൊ എന്തൊക്കെയാ, ബ്ലൂവിന്റെ പൈ എ സ്ക്വയർ ബൈ 8. അതേപോലെ റെഡിന്റെയോ പൈ ബി സ്ക്വയർ ബൈ 8. ഇനി ഇതിൽ നോക്കൂ, കോമൺ ആയതൊക്കെ നമ്മൾ ഔട്ട് സൈഡ് എടുക്കും. ഇതിൽ ആരൊക്കെ കോമൺ, പൈ ബൈ 8 കോമൺ ഔട്ട് സൈഡ് എടുത്തു. ബാക്കി പിന്നെ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ആരൊക്കെ ഇവിടെ വരും, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടി. ദാറ്റ്സ് ഈക്വൽ ടു പൈ ബൈ 8 അതുപോലെ എഴുതി. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അത് നമ്മൾ ഫസ്റ്റ് എഴുതി. വാട്ട് ഈസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു എന്തായിരുന്നു, ഈക്വൽ ടു സി സ്ക്വയർ. അത് നമ്മൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന് പകരം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ പൈ ബൈ 8 സി സ്ക്വയർ. വാട്ട് ഈസ് പൈ ബൈ 8 സി സ്ക്വയർ, അതെന്തിന്റെ ഏരിയ, ലാർജിന്റെ ഏരിയ. സോ നമുക്ക് എന്ത് കിട്ടി, സം ഓഫ് ദ ഏരിയാസ് ഓഫ് ബ്ലൂ ആൻഡ് റെഡ് സെമി സർക്കിൾ എന്തിന് ഈക്വലായി, ഏരിയ ഓഫ് ലാർജ് സെമി സർക്കിളിന്റെ ഏരിയക്ക് ഈക്വലായി. ഈ ബ്ലൂ സെമി സർക്കിളും റെഡ് സെമി സർക്കിളും കൂട്ടിയാല് ഈ വലിയ സെമി സർക്കിളിന്റെ ഏരിയക്ക് ഈക്വൽ ആണെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പൊ നമുക്കിപ്പോ ലാസ്റ്റ് കിട്ടിയത് എന്താ, റെഡ് ആൻഡ് ബ്ലൂ സെമി സർക്കിളിന്റെ ഏരിയ ലാർജ് സെമി സർക്കിളിന്റെ ഏരിയക്ക് ഈക്വലാ. അതൊന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി റെഡും ബ്ലൂവും സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചേർന്നതാ, നമ്മുടെ ഈ ചന്ദ്രക്കല ക്രസ്റ്റ് അല്ലേ. അപ്പൊ എന്താ, ബ്ലൂ ക്രസ്റ്റും ഉണ്ട്, റെഡ് ക്രസ്റ്റും ഉണ്ട് അല്ലെ അതില്. പിന്നെ അത് കൂടാണ്ട് എന്താ, സെമി സർക്കിളിന്റെ ഒരു ഭാഗം ഉണ്ട് ഇതാ, പക്ഷെ അതിലെന്തില്ല, ട്രയാങ്കിൾ ഇല്ലാത്തൊരു ഭാഗം അല്ലെ, അത് പെടുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താ എഴുതാം, എന്തൊക്കെ ചേർന്നതാണ്, ഏരിയ ഓഫ് റെഡ് ആൻഡ് ബ്ലൂ ക്രസന്റ്. ബ്ലൂ ക്രസന്റ് ഉണ്ട്, പിന്നെ എന്തുണ്ട്, റെഡ് ക്രസന്റ് ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ്, ബ്ലൂവും റെഡും സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ രണ്ട് ചന്ദ്രക്കലകളും കൂടാണ്ട് ട്രയാങ്കിൾ ഇല്ലാത്തൊരു ഭാഗം, റീജിയൻ വിത്തൗട്ട് ട്രയാങ്കിൾ, പ്ലസ് റീജിയൻ വിത്തൗട്ട് ട്രയാങ്കിൾ. അത് ലെഫ്റ്റ് സൈഡ് എഴുതി, ലെഫ്റ്റ് സൈഡ്. ഇനി ദാറ്റ്സ് ഈക്വൽ ടു, ഇനി റൈറ്റ് സൈഡ് നോക്കൂ. റൈറ്റ് സൈഡിൽ എന്താ പറയുക, ലാർജ് ട്രയാങ്കിൾ, ലാർജ് സെമി സർക്കിൾ.
റൈറ്റ് സൈഡ് പറയുന്നത് ലാർജ് സെമി സർക്കിൾ. അതിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് നോക്കാം. ലാർജ് സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ലാർജ് സെമി സർക്കിൾ. ഇതിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്? ഒരു ട്രയാങ്കിളും ഉണ്ട്, പിന്നെ ട്രയാങ്കിൾ ഇല്ലാത്തൊരു റീജിയൻ ഉണ്ട്. അപ്പൊ എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ പ്ലസ് റീജിയൻ വിത്തൗട്ട് ട്രയാങ്കിൾ. അപ്പൊ നോക്കിയേ, ഇതിന്റെ ലെഫ്റ്റ് സൈഡിനെ മാറ്റി ഏരിയ ഓഫ് ബ്ലൂ ക്രസന്റ് പ്ലസ് റെഡ് ക്രസന്റ് പ്ലസ് റീജിയൻ വിത്തൗട്ട് ട്രയാങ്കിൾ എന്ന് എഴുതി. റൈറ്റ് സൈഡിനെ മാറ്റി ഏരിയ ഓഫ് ട്രയാങ്കിളും ഉണ്ട്, റീജിയൻ വിത്തൗട്ട് ട്രയാങ്കിൾ എന്ന് എഴുതി. നോക്കൂ, ഇതിലെ ലെഫ്റ്റിലും റൈറ്റിലും സെയിം ടേംസ് വരുന്നില്ലേ? ഏതാ അതിലെ സെയിം ടേംസ്? റീജിയൻ വിത്തൗട്ട് ട്രയാങ്കിൾ, ഇവിടെ റീജിയൻ വിത്തൗട്ട് ട്രയാങ്കിൾ. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? ഏരിയ ഓഫ് ബ്ലൂ റെഡ് ക്രസന്റ് ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഇതെല്ലാം നമുക്ക് പ്രൂവ് ചെയ്യാണ്ട്. സം ഓഫ് ഏരിയാസ് of blue and red crescent is equal to എന്തിന് ഈക്വൽ ആണ് കിട്ടി? is equal to area of triangle.